കാഞ്ഞങ്ങാട് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ റോഡ് ടാറിംഗ് പാതി വഴിയിൽ. പ്രദേശത്ത് പൊടിപടലമൊഴിഞ്ഞ സമയമില്ല. റോഡ് കരാർ ഏറ്റെടുത്ത കമ്പനിയുടെ മെല്ലെപ്പോക്കാണ് പ്രദേശത്ത് പൊടിശല്യം രൂക്ഷമാക്കിയത്. വീടുകളിലേക്കുൾപ്പെടെ പൊടിശല്യം രൂക്ഷമായതോടെ ആരോഗ്യത്തിന് പോലും ഭീഷണി ഉയർന്നിരിക്കുകയാണ്. ഇക്ബാൽ റോഡിൽ മെക്കാഡം ടാറിംഗിന്റെ ഭാഗമായി പൊളിച്ചിട്ട റോഡ് പ്രദേശവാസികൾക്കും വ്യാപാരികൾക്കും യാത്രക്കാർക്കും ഒരുപോലെ ദുരിതമാവുന്നു. ഒച്ചിന്റെ വേഗതയിലുള്ള നിർമ്മാണ പ്രവർത്തികൾ കടുത്ത പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. ഒരു മാസത്തോളമായി പൊളിച്ചിട്ട റോഡിൽ നിന്നും അസഹനീയമായ രീതിയിലാണ് പൊടി ഉയരുന്നത്. ഇത് ഈ പ്രദേശത്തുകാരുടെ ആരോഗ്യത്തെ പോലും ബാധിക്കുന്നു. ഇതേപോലെ ആക്കിയിട്ട് ഒരാഴ്ചയിലധികമായി, ഇതുവരെ അവർ തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ റോഡ് ഉറപ്പോടുകൂടി ചെയ്യേണ്ടതാണ്. എന്നാൽ കൂടി ഇതിൽ നിരവധി ആൾക്കാർ യാത്ര ചെയ്ത് പോകുന്നതാണ്. സ്കൂളുകൾ, ഗവൺമെൻറ് ഓഫീസുകൾ, ഒരുപാട് സ്ഥാപനങ്ങളിലാണ്. നിരവധി കുട്ടികൾ കടന്നു പോകുന്നതാണ്, വാഹനങ്ങൾ പോകുന്നതാണ്. വളരെ ബുദ്ധിമുട്ട്. നമുക്ക് കച്ചവട സ്ഥാപനങ്ങൾക്കെല്ലാം ഈ പൊടി പറന്നിട്ട് ശ്വാസം മുട്ടലും ചുമയൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. നിരവധി ആൾക്കാർ ഈ ടൗണിലേക്ക് പോകാനും വരാനും ഈ റോഡിനെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഗതാഗത യോഗ്യമാക്കി തരണമെന്നാണ് ബന്ധപ്പെട്ടോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അടിയന്തര പരിഗണന വേണ്ട റോഡിനോടാണ് കരാർ കമ്പനിയുടെ ഈ മെല്ലെപ്പോക്ക്. രണ്ട് റോഡിൻ്റെ വർക്കും ഒരുമിച്ച് നടത്തുക, അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായ കാര്യമാണ്. ഇപ്പോൾ ഇക്ബാൽ ഹൈസ്കൂൾ റോഡ്, അതായത് നോർത്ത് കോട്ടച്ചേരി തുളിച്ചേരി അഴീത്തല റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ബെല്ലാക്കടപ്പുറം സ്കൂൾ റോഡിൻ്റെ വർക്കും കൂടി നടന്നത്. അപ്പോൾ ബെല്ലാക്കടപ്പുറത്തും കൂടി പോകാൻ ആളുകൾക്ക് കഴിയുന്നില്ല, ഇക്ബാൽ റോഡിൽ കൂടി നടത്താൻ കഴിയുന്നില്ല. മാത്രമല്ല, വർക്ക് നടക്കുന്നതുകൊണ്ട് ആളുകൾക്ക് നടന്നു പോകാൻ പറ്റുന്നില്ല. പൊടിപടലങ്ങൾ ആകെ നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിത്യരോഗികളാക്കി മാറ്റുന്ന സംഭവമാണ് അധികാര ഭാഗത്തുണ്ടായത്. അതുകൊണ്ട് അധികാരികൾ അടിയന്തരം ശ്രദ്ധിച്ചുകൊണ്ട് ഏതെങ്കിലും റോഡിൻ്റെ വർക്ക് മാത്രം പൂർത്തീകരിച്ചതിന് ശേഷം മറ്റേ റോഡിൻ്റെ വർക്ക് തുടങ്ങുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും പൊടിശല്യം രൂക്ഷമായതോടെ പലരും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണ്. നമുക്ക് പണിയെടുക്കാനേ സമയമില്ല. ഇപ്പോൾ ഒന്നിപ്പോൾ പൊടി, സ്കൂൾ കുട്ടികൾക്കും മുതലായിട്ട് പൊടിയായിട്ടില്ല, നടന്നിട്ട് പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ അത്രയും പൊടിയാണ്. നമ്മൾ മാസ്ക് ഇട്ടില്ലാന്ന് ഇപ്പോൾ വണ്ടിയിൽ ഓടുന്നില്ല. ഇപ്പോൾ പാസഞ്ചർക്ക് ഇതേറെ ഇരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇതിൽ നടത്തിയിട്ട് കുറേ കുട്ടികൾ പോകുന്നുണ്ട്, അവർക്കും നടത്തിയിട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവരെ ഷോപ്പിലും കാര്യം നോക്കണം. ഇവരെ ഷോപ്പിലെല്ലാം ഉള്ളിൽ പൊടി നോക്കണപ്പോൾ ഇവർ വെള്ളമടിക്കുന്ന സംവിധാനം ആക്കിയാൽ മതിയേനും, അതും ചെയ്യുന്നില്ല. എന്താ പറയുക? പിന്നെ റോഡ് അടിയന്തരമായി ടാറിംഗ് നടത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.